ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ അടുത്ത സീസണിൽ ഏത് ക്ലബ്ബിൽ കളിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. PSG-യിൽ എംബാപ്പെ തുടരില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഫ്രഞ്ച് ക്ലബിന്റെ ഓഫറുകളൊന്നും എംബാപ്പെ സ്വീകരിച്ചിട്ടില്ല. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാനാണ് എംബാപ്പയ്ക്ക് താല്പര്യം. കഴിഞ്ഞ 2 സീസണിലും റയലിലേക്ക് മാറാൻ എംബാപ്പെ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം തകിടം മറിഞ്ഞു. റയൽ പ്രതിനിധികളുമായി എംബാപ്പയുടെ അമ്മ ഫൈസ ലമാരിയാണ് ചർച്ച നടത്തുന്നത്. സ്പാനിഷ് മാധ്യമം മാർക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് എംബാപ്പയുടെ ആവശ്യങ്ങൾ റയൽ മാഡ്രിഡ് അംഗീകരിച്ചിട്ടില്ല. റയലുമായി കരാർ ഒപ്പുവയ്ക്കാൻ 3 ഉപാധികൾ എംബാപ്പെ മുന്നോട്ട് വെച്ചുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കരാർ ഒപ്പുവയ്ക്കുമ്പോൾ സൈനിങ് ഓൺ ഫീസായി 105 മില്യൺ പൗണ്ട് വേണമെന്നാണ് പ്രധാന ഉപാധി. ഫ്രീ ഏജന്റായി തന്നെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ ഫീസ് ഒന്നും നൽകേണ്ടതില്ല എന്നതിനാലാണ് സൈനിങ് ഓൺ ഫീ ആയി ഇത്രയും വലിയ തുക എംബാപ്പെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരം താനായിരിക്കണമെന്നാണ് എംബാപ്പയുടെ രണ്ടാമത്തെ ആവശ്യം. വർഷത്തിൽ 43 മില്യൺ പൗണ്ടാണ് കിലിയൻ എംബാപ്പെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ അടുത്ത സീസൺ മുതൽ റയൽ മാഡ്രിഡിൽ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളായ വിനീഷ്യസ്, ബെല്ലിംഗ്ഹാം എന്നിവരുടെ ഇരട്ടിയായിരിക്കും എംബാപ്പയുടെ പ്രതിഫലം. ഇതിനു പുറമെ തന്റെ ഇമേജ് റൈറ്റ്സ് വഴി കിട്ടുന്ന പണത്തിന്റെ ഒരു നിശ്ചിത ശതമാനവും എംബാപ്പെ ആവശ്യപ്പെടുന്നു. നിലവിൽ എംബാപ്പയുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ താരത്തിന്റെ അമ്മ തയ്യാറായിട്ടില്ല. റയലാവട്ടെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല. ഇതോടെയാണ് ചർച്ച സ്തംഭനാവസ്ഥയിലായത്. ഇരുകൂട്ടരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എംബാപ്പെ നേരിട്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് ചേക്കേറാൻ എംബാപ്പെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുമെന്നാണ് റയൽ മാഡ്രിഡിന്റെ പ്രതീക്ഷ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.